കാസർഗോഡ് ജില്ലയിൽ ഏറ്റവുമധികം പാലുൽപാദനം നടന്നിരുന്ന പ്രദേശമായിരുന്നു ഒരു കാലത്ത് ചെറുവത്തൂരും നീലേശ്വരവുമെല്ലാം. ഓരോ വീടുകളിലും കന്നുകാലികളും ഉണ്ടായിരുന്നു. പ്രാദേശിക ക്ഷീരോത്പാദക സംഘങ്ങൾക്കും മിൽമയ്ക്കും ഒരുപോലെ ലാഭക്കണക്കുകൾ കറന്നെടുക്കാനുമായിരുന്നു. പക്ഷേ കുറച്ചു കാലം മുൻപ് നാടാകെ പടർന്നു പിടിച്ച കുളമ്പ് രോഗം സ്ഥിതിഗതികളാകെ മാറ്റിമറിച്ചു. കാലികൾ കൂട്ടമായി ചത്തൊടുങ്ങി. പാലുൽപാദനം പ്രതിസന്ധിയിലായി. അധികൃതർ കൈമലർത്തിയതോടെ പാവം കർഷകർ പെരുവഴിയിലുമായി. ഒരുപാട് അസുഖം വന്ന് കുറേ കാലികളിലും ചത്തു. മന്ത്രി ചെയ്ത വാഗ്ദാനങ്ങളും ചെയ്തു, ഒന്നും പാലിച്ചിട്ടില്ല. ഒരു വാഗ്ദാനം കിട്ടിയിട്ടില്ല. ഒരു കിലോ കാലിത്തീറ്റ വരെ നമുക്ക് തന്നില്ല അവർ. അത് ഭയങ്കര വിഷമാണ്. നമ്മളോട് പറഞ്ഞ് വിളിച്ചു വയ്ക്കാൻ കൂടി ചെയ്തില്ല. എന്താ നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടെന്നും കൂടെ നമ്മോട് പറയാൻ ആരും സന്നദ്ധരായിട്ടില്ല. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം പാഴ്വാക്കായതോടെ വലിയ നഷ്ടം സംഭവിച്ച പലരും കാലി വളർത്തൽ തന്നെ ഉപേക്ഷിച്ചു. വറുതിക്കാലത്ത് കൂടെ നിൽക്കേണ്ട മിൽമ പോലും കർഷകരെ സഹായിക്കാനായി എത്തിയില്ല. മിൽമ മാർജിൻ കൂട്ടി തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ സെക്ഷൻ 80 ഒക്കെ ആക്കിയപ്പോഴത്തേനും നമുക്ക് ശമ്പളം എടുക്കുമ്പോൾ സംഘത്തിന് ഇല്ല, ശമ്പളം എടുക്കേണ്ട കറക്റ്റായിട്ടേ ഉള്ളൂ, ലാഭമൊന്നും ഉണ്ടാകുന്നില്ല. തീറ്റപ്പുല്ലിനും മറ്റ് കൃഷി ആവശ്യങ്ങൾക്കുമുണ്ടായ വിലവർധന പരകോടിയിലെത്തിയതോടെ ക്ഷീരസംഘങ്ങളും പ്രതിസന്ധിയിലായി. 120ഓളം കർഷകർ അളന്ന സംഘമായിരുന്നു നമ്മുടേത്. 1000 ലിറ്ററോളം സംഘം പാല് ഉൽപ്പാദനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നേരെ പകുതി 500 ലിറ്ററോളം ആയി മാറിയിരിക്കുകയാണ്. കർഷകർ ഈ മേഖല വിട്ടുപോവുകയാണ്. ഇതിനായിട്ട് അടുത്ത കാലത്തായി നമ്മളെ ഭാഗത്ത് പിടികൂടിയ കുളമ്പ് രോഗം ഇതിനൊരു പ്രധാന ഘടകമാണ്. മന്ത്രി പൊതുവേദിയിൽ വെച്ച് വിളംബരം ചെയ്ത നഷ്ടപരിഹാരമെങ്കിലും നൽകണമെന്നാണ് ഈ പാവം കർഷകരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.